ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിർണായക വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചപ്പോൾ അതിനെ കളിയാക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയത്. അതായത് കൃഷ്ണനെ കാണാൻ അവിലുമായി ചെന്ന കുചേലനുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പ്രസ്താവന നടത്തിയെന്നുള്ളത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. കൃഷ്ണൻ ആ അവില് വാങ്ങിയാൽ അത് നിയമപരമായും തെറ്റല്ലേ? അതാരെങ്കിലും വീഡിയോയിലേക്ക് പകർത്തിയാൽ കൃഷ്ണൻ അവിടെ പ്രതിയാവുകയല്ലേ എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പറയുന്ന രീതി, അത് ഇവിടെ കൃത്യമായി തന്നെ പറയട്ടെ, കോടതിയോടുള്ള ഒരു വെല്ലുവിളിയല്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നു. 58% സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓഹരിയുള്ള പൊതുമേഖലാ ബാങ്കായിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള എസ് ബി ഐയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദിനേശ് കുമാറാണ് അതിൻ്റെ ചെയർമാൻ എന്നുള്ളത് ഓർക്കണം. ആ SBIയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു, ബോണ്ട് സംബന്ധിച്ച എല്ലാ വിധത്തിലുള്ള വിവരങ്ങളും ഒന്നുപോലും മറയില്ലാതെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷന് കൈമാറണം. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് വിവരാവകാശ നിയമം. ആരാണ് ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്തത്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ SBI ആദ്യം പറഞ്ഞു, ഇതിനകത്ത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ സീരിയൽ നമ്പറിൽ വ്യക്തതയില്ല, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. അപ്പോൾ വ്യാജ സീരിയൽ നമ്പറുകൾ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും ബോണ്ട് പർച്ചേസ് ചെയ്തൂടെ എന്ന വലിയ ചോദ്യം SBIയോട് തിരിച്ച് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ SBIക്ക് ഉത്തരം മുട്ടിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതാണ് ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് എന്ന് സുപ്രീം കോടതി കൃത്യമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ശരിക്കും കേന്ദ്ര സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കേന്ദ്ര സർക്കാർ ശരിക്കും വിയർത്തൊളിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കേന്ദ്ര സർക്കാരിൻ്റെ രീതികൾ, കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച തുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ സമാഹരിച്ച തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. 1300-ലേറെ കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി തൃണമൂൽ കോൺഗ്രസ് സമാഹരിച്ചത്. ഇതിനിടയിൽ BJPയുടെ രാജ്യസഭാ MP ആയിട്ടുള്ള CM രാജേഷ് 5 കോടിയുടെ ഒരു ബോണ്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അദ്ദേഹം ആ ബോണ്ട് വാങ്ങിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഹിമാചൽ പ്രദേശിൽ 1098 കോടി രൂപയുടെ വികസന ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്? അതിനുശേഷം വീണ്ടും 40 കോടിയുടെ ബോണ്ട് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നു. ഈ രാജ്യത്തെന്താണ് വെള്ളരിക്ക പട്ടണമാണോ? ഈ ജനങ്ങളെ മുഴുവൻ ഈ രീതിയിൽ മുൾമുനയിൽ നിർത്തുന്ന വലിയ രീതിയിലുള്ള നഗ്ന സത്യങ്ങൾ സുപ്രീം കോടതി ഓരോ ദിവസം കഴിയും തോറും തുറന്ന് പൊളിച്ചെടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടിയില്ല.